മോർണിംഗ്. അപ്പോൾ ഞങ്ങളിന്ന് ലണ്ടൻ UK വിടുകയാണ് കേട്ടോ. ഒരു 7:45 ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യും. എന്നിട്ട് ഇവിടുന്ന് ഒരു 4 മണിക്കൂർ ബസ് യാത്ര ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രൂയിസിൽ ഫ്രാൻസിലേക്ക് പോകും. അതാണ് ഇപ്പോഴത്തെ ഇത്. അപ്പോൾ രാവിലെ നീക്കുമ്പോഴും ഞങ്ങൾ ഓരോ കൺട്രിയിലെത്തും കേട്ടോ. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇന്ന് ഒരു സ്ഥലത്ത് അയച്ചാൽ രാവിലെ നീച്ച് കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് അങ്ങനെ. അപ്പോൾ ഇന്നലെ ഏട്ടൻ്റെ മോനൊക്കെ വന്ന് രാത്രി ഞങ്ങൾ ലേറ്റായി വരാൻ. അങ്ങനെ 7:30 മണി, ഇപ്പോൾ 6:30 ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ 7:45 ചെക്കൗട്ട് ചെയ്യും. ഹലോ, ഞങ്ങൾ ലണ്ടനിൽ ഫ്രാൻസിലേക്ക് പോകും. ഇവിടുന്ന് 2.5 മണിക്കൂർ ഓടിയിട്ട് അവിടുന്ന് ക്രൂയിസ് പിടിച്ച് ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്തിട്ട് ഫ്രാൻസിൽ എത്തും. നമ്മള് ഫെറി കയറേണ്ട സാറ്റിസ്ഫായി. ഇനിയൊരു 10 മിനിറ്റ് കൂടിയല്ലോ കേട്ടോ. ഇവിടെ ഇങ്ങനെ ബസ്സിലിങ്ങനെ ആൾക്കാർ പാട്ട് പാടിയിട്ടും ഓരോരോ ക്വിസ് പറഞ്ഞിട്ടും കഥ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ സമയം പോകുന്നു. ഇവിടെ പോയി ശബ്ദം ഒരു ഇന്റർഫിയറോ. ഇവിടെ ഡോവറി എന്നാ പറയാ, ഒരു പോർട്ടാണിത്. ശരി, യുകെയുടെ സൈഡാണ്. ഞങ്ങൾ ഈ പോർട്ടിൽ നിന്ന് യുകെയുടെ എക്സിറ്റ് അടിച്ചു. ഇനി ഫ്രാൻസിലെ പോർട്ടിലേക്ക് പോകാൻ ഫെറിയിൽ കയറണം. എന്റെ ഉള്ളില് അപ്പൊ ഞങ്ങളൊരു 1 മണിക്കൂറോടെ വെയിറ്റ് ചെയ്യണം കസ്റ്റംസിനൊക്കെ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഹോട്ടലിന് ഒരു ചെറിയ ബർഗറിന്റെ ഷോപ്പ്, അതുപോലെ മണി എക്സ്ചേഞ്ച്, സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. വലിയ പോർട്ട്, അല്പം വലിയ പോർട്ട്, നമ്മുടെ വിഴിഞ്ഞം പോർട്ടൊക്കെ പോലത്തെ ഒരു പോർട്ടാണ്. പിന്നെ ഞങ്ങൾ പോകുന്നത് P&O എന്നുള്ള ഒരു ഷിപ്പിംഗ് കമ്പനിയിലെ ക്രൂയിസ്. P&O എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫേമസ് കമ്പനി യുകെയിലല്ല വേൾഡിൽ തന്നെ പാസഞ്ചർ ഷിപ്പിൽ ഏറ്റവും വലിയ പാസഞ്ചർ ഷിപ്പൊക്കെ ഉണ്ടായിരുന്നു മുന്നേ. അപ്പോൾ അതിലെ ക്രൂയിസിലാണ് ഞങ്ങൾ പോണത്. ഇനിയിപ്പോൾ കയറിന് ശേഷം ഇനി കസ്റ്റംസ് കഴിഞ്ഞ് കയറുമ്പോൾ കാണിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങളൊക്കെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി വന്നതാണ്. എന്തെങ്കിലും പറയാനല്ല. അങ്ങനെയുണ്ട് ഈ ഇതിലെന്ന് പറഞ്ഞത് വലിയ ക്രൂയിസറാണ്. ഞാൻ എത്തിയിട്ടില്ല. ഞാൻ വലിയ ക്രൂയിസർ. അതിൽ തന്നെ ഞങ്ങൾ ബസ്സും കൊണ്ടുപോകും. കാരണം ഈ ലഗേജൊക്കെ ഇറക്കാനൊക്കെ പുതിയ ബസ് കൊണ്ടുപോയിട്ട് അപ്പുറത്ത് ചെന്നിട്ട് പിന്നെ പാരീസ് പോയിട്ട് ചിലപ്പോൾ അതേ ബസ് തന്നെയാവും ഫുൾ യൂറോപ്പ്, അല്ലെങ്കിൽ മാറും. അതെ. ഒരു ചെറിയ കോഫി കുടിക്കാം, ടൈമുണ്ട്. ഇത് ഇപ്പുറത്തുള്ള ഡോവർ പോർട്ട് UK സൈഡിൽ. ഇവിടെ നിന്നാണ് നമ്മൾ പുറപ്പെടുന്നത്. അപ്പോൾ അവർ ഔട്ട്സൈഡ് സീനറികളാണ്. ഒരു 15 മിനിറ്റ്സിൽ ഇവിടുന്ന് ഫെറി പുറപ്പെടും. കയറിയിട്ടില്ല, കസ്റ്റംസ് കഴിഞ്ഞിട്ടില്ല. ഈ ബസ്സൊക്കെ അതിൽ കയറ്റാനുള്ളതാണ്. കുറേ വണ്ടികൾ കയറും ഒരെണ്ണത്തിൽ. അങ്ങനത്തെ കയറിയിട്ടില്ലാത്ത. അപ്പം ഷിപ്പിൽ കയറിയിട്ട് താമസിച്ചിട്ടുണ്ട്, സെയിൽ ചെയ്തിട്ടില്ലല്ലോ. ഈ ബോട്ടിലൊക്കെ ഉണ്ട്. ബോട്ടിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ഒരു ഷിപ്പ് എക്സ്പീരിയൻസ് ഇല്ല. അത് ആദ്യമായിട്ട് ചെയ്യാണ്. എന്താ ഫോട്ടോ കാണുമ്പോ പഴയ ഓർമ്മകൾ വരുന്നുണ്ടോ? 8 വർഷമായിട്ട് ക്രൂയിസറിലേക്ക് പോവാൻ പോവാം. അവിടുന്ന് വണ്ടി ഇറങ്ങി വരുന്നുണ്ടോ ക്രൂയിസറും നിൽക്കുന്നതല്ല ഷിപ്പ്. ഇതിപ്പോ ഞങ്ങളെ അങ്ങോട്ട് കയറ്റും. നല്ല ലഗേജ് ഒക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി അവിടെ നിൽക്കും, ഞങ്ങള് ആളുണ്ട് കേട്ടോ. ഞങ്ങളുടെ ബസ് അങ്ങനെ P&O ഫെറിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഷിപ്പിന്റെ ഫ്രണ്ട് കേട്ടോ. ഷിപ്പിനുള്ളിലോട്ട് കയറി പാർക്ക് ചെയ്യും. വണ്ടിയിൽ കയറിയിട്ടില്ല കേട്ടോ. പെറ്റ് ലൗഞ്ച് നല്ല വലുതാട്ടോ. ഭയങ്കര വലുതാ. ഏതായാലും ഷിപ്പിൽ കയറി യാത്ര ചെയ്തിട്ടില്ല. ഷിപ്പിൽ താമസിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ യാത്ര ചെയ്തിട്ടില്ല. ഞാനല്ല.
ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്, ഒരു നല്ല എക്സ്പീരിയൻസ്. പക്ഷെ വളരെ കുറച്ച് നേരമേ ഉള്ളൂ, കുറച്ച് ഫാസ്റ്റ് ഫെറിയാണ്. ഇപ്പൊ 90 മിനിറ്റ് കൊണ്ട് ഫ്രാൻസിലേക്ക് എത്തും. ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് ഉണ്ട്. അടിപൊളി ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് കേട്ടോ, നല്ല ഓഫൊക്കെ ഉണ്ട് എല്ലാ സാധനങ്ങൾക്കും. എല്ലായിടത്തും ഈ വിൻഡ് ഷീൽഡ് അങ്ങനത്തെ ഇലക്ട്രിസിറ്റി പ്രൊട്ടക്ട് ചെയ്യില്ലേ, വിൻഡ് പവർ. ഇവിടെ തമിഴ്നാട്ടിലും ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഒരിക്കലും ചില സ്ഥലത്തുണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ ഞങ്ങൾ പുറപ്പെട്ട സ്ഥലം മുതലേ ഉണ്ട്. അവിടുത്തെ ഗ്രീനറിയാണ് യൂറോപ്പിലെത്തിയപ്പോൾ ഭയങ്കര വ്യത്യാസം. അപ്പൊ ഞങ്ങളിവിടെ ഒരു ബ്രേക്ക് 4 hours ആയി, ഇന്നിന്റെ ഒരു 2 മണിക്കൂർ. അപ്പൊ ഞങ്ങളൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ വന്ന് 20 minutes ബ്രേക്ക് എടുക്കും. ഇവിടുത്തെ ഡ്രൈവേഴ്സിന് യൂറോപ്പിലെ UK അങ്ങനെ ഒരു നിയമങ്ങളൊക്കെ ഉണ്ട്. 4 hours റൺ ചെയ്യാൻ പാടില്ല. പിന്നെ 1/2 hour ബ്രേക്ക് എടുത്ത് പിന്നെ ആൾക്കാർക്ക് ടോയ്ലറ്റിലൊക്കെ പോകും. വണ്ടികൾ നിർത്തിയിട്ടിരിക്കണം, എല്ലാവരും ഇറങ്ങുന്നത് നല്ല വണ്ടി. കാരണം ഇവിടെ കുറേ ദൂരം 50-60 കിലോമീറ്റർ കഴിഞ്ഞാലാണ് ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ടാവും. പക്ഷെ അതുള്ള പെട്രോൾ പമ്പ് നല്ല സൂപ്പർ മാർക്കറ്റൊക്കെ ആയി നല്ല നൈസായിട്ട്. ഞങ്ങൾ വന്ന പെട്രോൾ പമ്പിന്റെ ഉള്ളിലുള്ള സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ടോയ്ലറ്റിൽ അടിപൊളി ടോയ്ലറ്റുകൾ, എന്താ നല്ല കോഫി സ്മെല്ല്, എല്ലാം അടിപൊളി. എല്ലാ സാധനങ്ങളുണ്ട്, ലിക്കറുണ്ട്, ഷോപ്പിംഗ് സെറ്റ് ഉണ്ട്, എന്ത് കാണിച്ചു കഴിക്കാം. എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഇല്ല, പക്ഷെ ഇംഗ്ലീഷ് അറിയില്ല. നമ്മൾ പറഞ്ഞാൽ തന്നെ ഒരു രക്ഷയില്ല. നല്ല സാധനങ്ങളാ, ക്വാളിറ്റി. ഒന്ന് ട്രൈ ചെയ്യട്ടോ. എന്താ സാധനം എന്ന് വെച്ചാൽ എല്ലായിടത്തും ചെല്ലുമ്പോ ഒരു ഫുഡൊക്കെ ചെയ്യണം. അങ്ങനെന്ത് അല്ലേ, ഫുഡ് ടേസ്റ്റ് ചെയ്യണം, അതാണ് നമ്മുടെ പ്രയോറിറ്റി. നല്ല വില കിട്ടാം. ചോക്ലേറ്റ് കേട്ടോ, ഇതൊരു ഭംഗിയല്ലേ കാണാൻ. സെറ്റർ ആണെങ്കിൽ സെറ്റർ ഉണ്ട്. ആപ്പിളാ. നമ്മള് വീണ്ടും പുറപ്പെട്ടു. ബ്രേക്ക് കഴിഞ്ഞ് പാരീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 2 hours കൂടെ എടുക്കുന്നതാണ് പറയുന്നത്. അപ്പൊ അവിടെ എത്തുമ്പോഴേക്ക് ഒരു 8 മണിയാവും. നേരെ ഹോട്ടൽ. ഇവിടെ ഹോട്ടലെത്തിയിട്ടു. ഇതാണ് ഞങ്ങളുടെ ഹോട്ടലെത്തി. നേരത്തെ മുക്കാലായി. ഒറ്റ മിനിറ്റ് ഇറങ്ങാൻ പറ്റേ, ഞാൻ ഒരു കൺഫേം ചെയ്യട്ടെ. ഹയാത്തിലാണ് ഇന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്നും നാളെയും ഇവിടെ സ്റ്റേ ആണ്. നാളെ ഇവിടെ എന്താണ് പാരീസ് സിറ്റി ടൂറ്, പിന്നെ മറ്റന്നാ ആണ് ഇവിടുന്ന് പോവുക. വന്ന് കയറിയുള്ളൂ. ഇന്ന് കുറച്ചൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ക്രൂയിസ് ഒരു എന്താ പറയുക, ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ക്രൂയിസിൽ വരല്. അന്ന് അത്ര ഒരു ലോങ് ജേർണി ആയിരുന്നു അന്ന്. കുറച്ച് ക്രൂയിസിലും പിന്നെ ഫുള്ള് എന്താ പറയാ ബസ്സിലും. പക്ഷെ ബസ്സിൽ വരുമ്പോ യൂറോപ്പിലേക്ക് കടന്നപ്പോഴുള്ള ഒരു സീനറി എന്ന് പറയുന്നത് എന്തൊരു രസമായിരുന്നു അറിയോ കാണാൻ. ഒരു അതെ, ബസ്സും നല്ലതായിരുന്നു, റോഡും നല്ലതായതുകൊണ്ട് നമുക്ക് എത്ര ഇപ്പൊ യാത്ര ചെയ്താലും ഒരു പ്രശ്നമില്ല. പിന്നെ തണുപ്പുമല്ലേ, അപ്പൊ അതിൻ്റെതായ ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങളിപ്പോ എത്രാമത്തെ ദിവസമായി? 6ാമത്തെ ദിവസമായി ടൂറ്. ഇനിയൊരു 11 ദിവസം കൂടി ഉണ്ട്. അപ്പൊ ഇനി നാളെ
പാരീസ് എന്ന് പറയുന്ന ഒരു സ്വപ്ന ലോകത്തിലേക്കാണ് ഞങ്ങൾ നാളെ പോകാൻ പോണത്. അപ്പോ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരണം. അപ്പോ എന്താണ് അവിടുത്തെ തിരക്കും ഇതൊക്കെ എത്രത്തോളം ഉണ്ട്, ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഒന്നും അറിയില്ല. അപ്പൊ ഞങ്ങൾ മാക്സിമം ഷൂട്ട് ചെയ്ത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം.